ഹലോ, ചാവക്കാട് ഫാം വില്ല കണ്ടതിന് ശേഷം അതിന് തൊട്ടപ്പുറത്തുള്ള മറൈൻ വേൾഡിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡീപ്പ് വണ്ടേഴ്സ് കാണാനാണ് കേട്ടോ പോയത്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു തുള്ളി വെള്ളം പോലും ടച്ച് ചെയ്യാതെ നമുക്ക് അണ്ടർ വാട്ടർ കൂടെ 7 വണ്ടേഴ്സ് കാണാം കേട്ടോ. പക്ഷെ അതവർ വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിറയെ നമുക്ക് ഫിഷസിനെ കാണാം അതിൻ്റെ ഉള്ളിൽ, അതേപോലെ സ്കൂബ ഡൈവേഴ്സിനെ കാണാം കേട്ടോ. ടോട്ടലി 7 മിനിറ്റ്സാണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ളത്. ഒരു 4 മിനിറ്റ് അതിൻ്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് നമുക്ക് റെസ്റ്റ് തരും കേട്ടോ. അതിനുശേഷം വീണ്ടും ട്രാവൽ ചെയ്യും. അപ്പോൾ ടോട്ടലി 7 മിനിറ്റ്സ് കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും നന്നായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ പോയത് സാധാരണ അക്വേറിയംസ് ആണ്. സാധാരണ അക്വേറിയംസ് എന്നല്ല, ഡീപ്പ് വണ്ടേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണാൻ പോയത് അക്വേറിയംസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാറിൻ്റെ അക്വേറിയം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് സിലിണ്ടറിൻ്റെ വലിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ ഫിഷ് സ്പായാണ് കേട്ടോ ഉള്ളത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പേയബിൾ അല്ല, ഫ്രീ തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഷോപ്സ് ഉണ്ട്. നമുക്ക് പിള്ളേർക്ക് വേണമെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഷോപ്സും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയത് റെയിൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അത് ആർട്ടിഫിഷ്യലായിട്ട് റെയിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ആ വെള്ളം ചാടുന്ന സൗണ്ടും എല്ലാം കേൾക്കാം കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നമുക്ക് ഫിഷസിനെ കാണാം. അവിടെ വേണമെങ്കിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. അവിടെ അതിനുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പുറത്ത് പോയി ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. അത് നല്ലൊരു ഇതായിട്ട് തോന്നി കേട്ടോ എനിക്ക്. അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തും ഇതുപോലെ ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഇതാണ്ട് ഈ ഫിഷ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതുപോലെ വെറൈറ്റി ഓഫ് ഫിഷസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ.